ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്, സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നിങ്ങനെയുള്ള ചാപ്റ്റർ 1 ലാസ്റ്റ് 3 ടോപ്പിക്സ് ആണ്. അപ്പോൾ അതിലുള്ള ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ഫസ്റ്റ് വൺ ഇസ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഫസ്റ്റ് പോയിന്റ് ഇസ് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. പ്രോപ്പറായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സിലേക്ക് നമുക്ക് എളുപ്പത്തിൽ എത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഒബ്ജക്റ്റീവ്സിനെ കുറച്ചും കൂടെ എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും നമുക്ക് അച്ചീവ് ചെയ്യാനും സാധിക്കും. സോ ഫസ്റ്റ് പോയിന്റ് അതാണ്, മാനേജ്മെൻറ്റ് ഹെൽപ്സ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് എൻഷുവേഴ്സ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ബോത്ത് ഹ്യൂമൺ ആൻഡ് മെറ്റീരിയൽസ്. ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ഹ്യൂമൻ റിസോഴ്സുകളും ഉണ്ടാവും, അതുപോലെ തന്നെ മെറ്റീരിയൽ റിസോഴ്സ്, മെഷീനറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനെ രണ്ടിനെയും പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ്റെ ആവശ്യമുണ്ട്. സോ മാനേജ്മെൻറ്റ് എൻഷുവേഴ്സ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ബോത്ത് ഹ്യൂമൺ ആൻഡ് മെറ്റീരിയൽ. ഹ്യൂമൻ റിസോഴ്സിനെയും മെറ്റീരിയൽ റിസോഴ്സിനെയും എഫിഷ്യൻ്റായിട്ട് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ പോസിബിൾ ആക്കാനായിട്ട് മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. തേർഡ് വൺ, ഇറ്റ് എൻഷുവേഴ്സ് ദ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. പ്രോപ്പറായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ സൊസൈറ്റീൻ്റെ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ ഇക്കണോമീൻ്റെ ഡെവലപ്മെൻറ്റിനും കാരണമാവുന്നു. നെക്സ്റ്റ് പോയിന്റ് ഇസ് ഇറ്റ് ഹെൽപ്സ് ടു അറ്റെയിൻ മാക്സിമം എഫിഷ്യൻസി വിത്ത് മിനിമം ഹ്യൂമൻ എഫേർട്സ്. ഹ്യൂമൻ എഫേർട്സിനെ മാക്സിമം കുറച്ചിട്ട് എന്നാൽ മാക്സിമം എഫിഷ്യൻസി കൂട്ടിയിട്ട് വർക്ക് ചെയ്യിക്കാനായിട്ട് പ്രോപ്പർ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നു. Next point is it helps to promote the welfare of the society by providing better quality goods. നമ്മളുടെ കമ്പനിയിൽ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൽ ബെറ്റർ ആയിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുത്തിട്ട് സൊസൈറ്റീൻ്റെ വെൽഫെയർ എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. Next point is management motivates the people in the organization towards the attainment of the objectives of the organization. ഓരോ ഓർഗനൈസേഷനും അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർട്ടൈൻ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ, ഗോളുകൾ ഉണ്ടാവും. ആ ഗോളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ എംപ്ലോയീസിൻ്റെ എഫേർട്ടും ആവശ്യമാണ്. അങ്ങനെ എല്ലാ എംപ്ലോയീസിൻ്റെ അടുത്തും ബെറ്ററായിട്ട് എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് ഇസ് ഇറ്റ് എൻഷുവേഴ്സ് കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഡേ ടു ഡേ ബേസിസിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടാവും. അതായത് ഇപ്പോൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന കാര്യമാവട്ടെ, അതുപോലെ തന്നെ അതിനെ സ്റ്റോർ ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ, സെയിൽസ്, മാർക്കറ്റിംഗ്, ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഡേ ടു ഡേ ബേസിസിൽ കമ്പനികളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റീസൊക്കെ തമ്മിൽ ഒന്ന് കോർഡിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രോപ്പറായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ആവശ്യമാണ്. ഇനി അടുത്ത ടോപ്പിക്കാണ് സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ്. സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റിനെ നമുക്ക് 2 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് മാനേജ്മെൻറ്റ്, സെക്കൻഡ് വൺ ഇസ് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇതിൽ ഒന്നാമത്തെ നോക്കൂ, സബ്ജക്റ്റ് മാറ്റർ ഓഫ് മാനേജ്മെൻറ്റ്. സബ്ജക്റ്റ് മാറ്റർ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന മെയിൻ ഫങ്ഷൻസ് ഇല്ലേ, അതൊക്കെ തന്നെയാണ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് മാനേജ്മെൻറ്റിൽ പറയുന്നത്. അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഇത് തന്നെയാണ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തതാണ് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് എന്ത്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് നടത്തി കൊണ്ടുപോകാനായിട്ട് ആവശ്യമുള്ള ഫണ്ടിനെ എവിടുന്ന് റേസ് ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ റേസ് ചെയ്ത ഫണ്ടിനെ എങ്ങനെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പറയുന്നത്. അതെന്താണ് പേഴ്സണൽ മാനേജ്മെൻറ്റ്. നിങ്ങൾക്കറിയാം, പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, എംപ്ലോയീസ് ആണ്. അപ്പോൾ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നത്, അതായത് പീപ്പിൾ അറ്റ് വർക്കിനെ മാനേജ് ചെയ്യുന്നതാണെന്ത് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഏരിയയിൽ വരുന്നത്. ഇതിലെന്തൊക്കെ വരും, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, യൂട്ടിലൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. അതായത് നമുക്ക് കമ്പനിയിൽ വേക്കൻസി വരുമ്പോൾ നമ്മൾ പത്രത്തിലൊക്കെ പരസ്യം കൊടുത്ത് കുറേ അപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, റിക്രൂട്ട്മെൻറ്റ്. അതുപോലെ തന്നെ സെലക്ഷൻ എന്താണ്, നമ്മൾ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇൻവിറ്റേഷൻസ് വരും അല്ലേ. അപ്പോൾ ഈ ഇൻവിറ്റേഷൻസ് വന്നതിൽ എല്ലാവരെയും നമ്മൾ സെലക്ട് ചെയ്യുമോ, ഇല്ല. നമുക്ക് അത്രയും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അതിൽ നിന്ന് സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആ പ്രോസസ്സാണ് സെലക്ഷൻ. സെലക്ട് ചെയ്തിട്ടുള്ള എംപ്ലോയീസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇങ്ങനത്തെ എല്ലാ പ്രോസസ്സും എംപ്ലോയീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാം വരുന്ന ഏരിയ ആണെന്ത്, പേഴ്സണൽ മാനേജ്മെൻറ്റ്.
നെക്സ്റ്റ് വൺ ഈസ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ്. നമ്മൾ കമ്പനിയിലേക്ക് കുറേ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യും, അതിൻ്റെ സ്റ്റോറേജ്, അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെയാണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഏരിയയിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, ക്വാളിറ്റി കൺട്രോൾ, ഇൻസ്പെക്ഷൻ, അങ്ങനത്തെ ഏരിയാസാണ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റിൽ വരുന്നത്. അടുത്തത് മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ആണ്. നമ്മളെ കമ്പനിയിൽ ഉണ്ടാക്കുന്ന ഗുഡ്സ്, അതുപോലെ തന്നെ നമ്മൾ ഓഫർ ചെയ്യുന്ന സർവീസ്, ഇതെല്ലാം തന്നെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ അവിടെ പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ നീഡുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഓഫീസ് മാനേജ്മെൻറ്റ്. നമ്മളുടെ ഓഫീസിൻ്റെ ലേ ഔട്ട് പ്ലാൻ ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ കാര്യങ്ങൾ, എക്യുപ്മെൻറ്റ്സ്, കാര്യങ്ങളൊക്കെയാണ് ഓഫീസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഏരിയയിൽ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ്. നമുക്ക് നമ്മളുടെ കമ്പനീൻ്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും അവിടെയും ഒരു മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. സോ ദാറ്റ് ഫങ്ഷൻ ഈസ് മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ്. ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റിൽ വരുന്നത് നമ്മളെ പ്രൊഡക്ട്സ് പാക്ക് ചെയ്യുക, അതിൻ്റെ വെയർഹൗസിങ്, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റിൽ വരുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച്. മാനേജ്മെൻറ്റ് ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഡിസിപ്ലിൻസിൻ്റെയും ഹെൽപ്പ് ആവശ്യമാണ്. എക്കണോമിക്സ് ആവട്ടെ, സ്റ്റാറ്റിസ്റ്റിക്സ്, കൊമേഴ്സ്, അങ്ങനെ എല്ലാ ഡിസിപ്ലിൻസിൽ നിന്നും ആവശ്യമുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും എടുത്തിട്ടാണ് നമ്മളെ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ നമ്മൾ ചെയ്യുന്നത്. സോ മാനേജ്മെൻറ്റ് ഇസ് ആൻ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ഹെഡിങ്ങിലേക്ക് പോവാണ്, വിച്ച് ഈസ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. Every organization has some predetermined objectives. The process which is adopted to achieve those objectives is called management process. അതായത് എല്ലാ ഓർഗനൈസേഷൻസിനും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർട്ടൈൻ ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ അത്തരം ഗോൾസിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട്, അത്തരം ഗോൾസ് നമ്മളെ കമ്പനിക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ലൂതർ ഗള്ളിക് ഡിഫൈൻസ് ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആസ് സ്പോർട്സ് സ്കോപ്പ്. സ്പോർട്സ് സ്കോപ്പ് എന്ന് പറയുന്ന ടേമിൽ P stands for planning ആണ്, O stands for organizing ആണ്, D for directing, S for staffing, CO for coordinating, R for reporting and B for budgeting. മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ്, പ്ലാനിങ്, ഓർഗനൈസിങ്, അങ്ങനെ കുറച്ച് എണ്ണം ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് പ്ലാനിങ്. പ്ലാനിങ്ങിൽ പറയുന്നുണ്ട്, ഇറ്റ് ഇൻവോൾവ്സ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, വെൻ ടു ഡു, വേർ ടു ഡു, ഹൗ ടു ഡു ആൻഡ് ഹൂ ഇസ് ടു ഡു ഇറ്റ് ആൻഡ് ഹൗ ദ റിസൾട്ട്സ് ആർ ടു ബി ഇവാലുവേറ്റഡ്. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെക്കുന്ന പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ടീം ചെയ്യുന്ന ഒരു മേജർ അല്ലെങ്കിൽ പ്രൈമറി ഫങ്ഷനാണ് എന്ത്, പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ ഒരു മാനേജ്മെൻറ്റ് ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്ലാനിങ് ആയിരിക്കും. ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആര് ചെയ്യണം, എന്നിട്ട് ഇതിൻ്റെ റിസൾട്ടൊക്കെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുന്ന പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. Next function is organizing. After the planning process, the people in the organization have to be organized to achieve the objectives. അങ്ങനെ നമ്മൾ പ്ലാൻ എന്ന് പറയുന്ന സ്റ്റേജ് കഴിഞ്ഞു. എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആര് ചെയ്യണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓർഗനൈസിങ് ആണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ കമ്പനിയിലുള്ള മെന്നിനെയും മെറ്റീരിയലിനെയും മെഷീനറിനെയും എല്ലാം തന്നെ ഓർഗനൈസ് ചെയ്യണം. എന്തിനാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്? നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഫംഗ്ഷനിൽ വരുന്നത് സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് എംപ്ലോയിങ് സ്യൂട്ടബിൾ പേഴ്സൺ ഫോർ ദി എൻ്റർപ്രൈസ്. നമ്മളുടെ എൻ്റർപ്രൈസിന് യോജിക്കുന്ന എംപ്ലോയീസിനെ, ആപ്റ്റായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന, അതേപോലെ തന്നെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരുടെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ചെയ്യുക, അങ്ങനത്തെ ഏരിയാസൊക്കെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ വരുന്നത്. ഫോർത്ത് ഫങ്ഷൻ ഈസ് ഡയറക്റ്റിംഗ്. നമുക്ക് നമ്മളുടെ കമ്പനിയിലുള്ള എംപ്ലോയീസിനെ പ്രോപ്പറായിട്ടുള്ള ടൈമിൽ അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും ഗൈഡൻസും ഓർഡേഴ്സും ഒക്കെ തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ മാനേജ്മെൻറ്റ് ഫങ്ഷനിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ് ഡയറക്റ്റിംഗ്. കറക്റ്റ് ടൈമിന് എംപ്ലോയീസിന് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസും ഗൈഡൻസും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു ഫങ്ഷനിൽ വരുന്നത്. നെക്സ്റ്റ് ഫങ്ഷൻ ഈസ് ലീഡിങ്. ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ് ലീഡിങ് എന്ന് പറയുന്നത്. എംപ്ലോയീസിനെയൊക്കെ കറക്റ്റ് പാത്തിലൂടെ ലീഡ് ചെയ്ത് എല്ലാവരെയും തന്നെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ലീഡിങ് എന്ന് പറയുന്ന ഫങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നമ്മളുടെ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത ഫംഗ്ഷനായിട്ട് വരുന്നത് കമ്മ്യൂണിക്കേഷനാണ്. മാനേജ്മെൻറ്റിന് സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അവിടെ വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻറ്റാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വിത്തൗട്ട് കമ്മ്യൂണിക്കേഷൻ മാനേജ്മെൻറ്റ് ഫങ്ഷൻ നമുക്ക് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേർഡായിട്ടുള്ള കമ്മ്യൂണിസിൽ നിന്നാണ്, വിച്ച് മീൻസ് കോമൺ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിങ് ഓഫ് ഐഡിയാസ് അല്ലെങ്കിൽ മെസ്സേജസ് ഇൻ കോമൺ എന്നാണ് അർത്ഥം വരുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ടീമിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ്. നെക്സ്റ്റ് ഫങ്ഷൻ ഈസ് മോട്ടിവേഷൻ. മാനേജ്മെൻറ്റ് ടീം ചെയ്യുന്ന മറ്റൊരു ഫങ്ഷനാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എംപ്ലോയീസിനെ എല്ലാം തന്നെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്ത് അവരെ കൊണ്ട് ഗോൾ അച്ചീവ് ചെയ്യിക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യിക്കുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മോട്ടിവേഷനോ അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷനോ എന്ത് തന്നെയാണെങ്കിലും കമ്പനിക്ക് എംപ്ലോയീസിൻ്റെ നീഡ് അനുസരിച്ചിട്ടും അങ്ങനെ ഓരോ പേഴ്സണെയും മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അത് കണ്ടുപിടിച്ചിട്ട് വേണം ഓരോ ആൾക്കാരെയും മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ഫങ്ഷനാണ്. അടുത്ത മാനേജ്മെൻറ്റ് ഫങ്ഷനാണ് സൂപ്പർവിഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാനേജ്മെൻറ്റ് ടീം എംപ്ലോയീസിന് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ്, ഓർഡേഴ്സ് എല്ലാം തന്നെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, ഓർഡേഴ്സ് എല്ലാം തന്നെ ഒബേ ചെയ്ത് അവർ കറക്റ്റ് ടൈമിൽ ഓരോ ടാസ്കും ചെയ്യുന്നുണ്ട് എന്നുള്ളത് സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആഫ്റ്റർ ഇഷ്യൂയിങ് ഇൻസ്ട്രക്ഷൻസ് ദ മാനേജർ ഓർ ദ സൂപ്പർവൈസർ ഹാസ് ടു സീ ദാറ്റ് ദ ഗിവൺ ഇൻസ്ട്രക്ഷൻസ് ആർ ക്യാരീഡ് ഔട്ട്. നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് ഫങ്ഷനാണ് സൂപ്പർവിഷൻ. നെക്സ്റ്റ് വൺ ഈസ് കോർഡിനേഷൻ. കോർഡിനേഷനും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിന് ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ്. കമ്പനിയിലുള്ള ഹ്യൂമൻ റിസോഴ്സിനെയും മെറ്റീരിയൽ റിസോഴ്സുകളെയും എല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്തിട്ട് എല്ലാവരെയും ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കോർഡിനേഷൻ എന്ന് പറയുന്ന ഫങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ഫങ്ഷനാണ് കൺട്രോളിങ്. നമ്മൾ മാനേജ്മെൻറ്റിൽ ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിങ്, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനത്തേക്ക് വരുന്നൊരു ഫങ്ഷനാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഭാവിയിൽ അച്ചീവ് ചെയ്യാനുള്ളത് എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നു. അതിന് വേണ്ടുന്ന മെന്നും മെറ്റീരിയലും എല്ലാം തന്നെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നു. സ്റ്റാഫിങ്, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നമ്മളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് വിലയിരുത്തിയിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കേണ്ട സ്റ്റേജാണ് കൺട്രോളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡും നമ്മളുടെ ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് എടുത്തിട്ട് തിരുത്തുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്. സോ ഇത്രയുമായിരുന്നു ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ടോപ്പിക്സ്. എല്ലാ ഏരിയാസും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റിമൈനിങ് ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.